ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ, സത്യം അല്ല എന്നെങ്കിലും നമുക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസർ ആണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് കരയണ്ട എന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തുനിന്ന് ഞാനിത് മറച്ചു വെച്ച് ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പൊ ഞാൻ ചെയ്യാൻ കാരണം വേറെ ഒന്നുമില്ല. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് രേണുസുദിനെ ചില കാര്യങ്ങളിലൊക്കെ ഞാനും ചെറുതായിട്ടൊന്ന് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ പോയി ബിഗ് ബോസ് എന്ന് കണ്ട രേണു എനിക്ക് പാവം തോന്നി. പിന്നെ വന്നിട്ട് കാണിക്കുന്നതിലൊന്നും ഞാൻ വലിയ കാര്യങ്ങളൊന്നും രേണുവിനെ കുറിച്ച് ഇട്ടിട്ടില്ല. നല്ലത് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും. പിന്നെ മറ്റേ ഈ സബ്സ്ക്രിപ്ഷന്റെ പരിപാടി അതിനെക്കുറിച്ചൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഒരിക്കലും ആർക്കും വരാൻ പറ്റാത്ത, ആർക്കും വരരുത് എല്ലാവരും പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ആർക്കും ഇങ്ങനെ ഒരു ശത്രുവിന് പോലും ഇങ്ങനെ ഒരു അസുഖം വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ആണല്ലോ നമ്മൾ. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ തായലും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ പോസ്റ്റിലും മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. ഒരു വ്യക്തി, ഒരു മാരകമായ ഒരു രോഗം അയാൾക്ക് പിടിപെട്ടു. തൻ്റെ 15-ാം വയസ്സിൽ നെഞ്ചിലൊരു മുഴ വന്നിട്ടുണ്ടായിരുന്നു. ആരോടും പറഞ്ഞില്ല. എന്തുകൊണ്ടാ? അപ്പൻഡിക്സ് ഉണ്ടായ സമയത്ത്, ഓപ്പറേഷൻ ചെയ്ത സമയത്ത് നല്ല വേദന അനുഭവിച്ചു. അപ്പോൾ ഈ ഒരു മുഴ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഓപ്പറേഷൻ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ പേടിച്ചിട്ട് ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ അപ്പോൾ ഇത് ദുബായിൽ നിന്നൊന്നും വന്നതല്ല ഈ അസുഖം. കുറേ ആൾക്കാർ ദുബായിൽ മറ്റേത് ചെയ്തിട്ട് അത് ചെയ്തിട്ട് വന്നതാന്നൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനെയൊന്നും അല്ല സംഭവം. ഇത് മുന്നേ ഉണ്ട്. ആരോടും പറയാതെ രഹസ്യമായിട്ട് വെച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടാന്ന് വെച്ചിട്ടാവും. എന്തിനാ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത് വിചാരിച്ചിട്ടായിരിക്കും. അപ്പൊ ഈ ഒരു സംഭവം ലീക്കായി എല്ലാവരും ചോദിച്ച് തുടങ്ങിയ സമയത്താണ് ഇങ്ങനൊരു അസുഖം പറയണത്. സോ ആ വീഡിയോന്റെ താഴെ ഈ ഇടുന്ന കമന്റ്സ് കണ്ടാൽ എനിക്ക് എന്ത് മനുഷ്യന്മാരാണ്, എന്തിനാണ് ഒരാൾക്ക് വന്ന അസുഖം അത് നിങ്ങൾ ഈ കമന്റ് ഇടുന്നവർക്കോ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. അത് വന്നാൽ അതിന്റെ ഇത് അറിയാൻ പറ്റുള്ളൂ. എടാ എന്തിനാ നമ്മളൊക്കെ, എനിക്ക് മനസ്സിലാവണില്ല ഇങ്ങനെയൊക്കെ ഈ ഇത്രയും ക്രൂരത മനസ്സ് വെച്ച, ഇത്രയും വിഷം വെറുപ്പൊക്കെ എന്തിനാ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് തോന്നുന്നത്? എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ കണ്ടിട്ട് എന്തായാലും രേണു എല്ലാം ശരിയാവും, എല്ലാം സെറ്റായിട്ട് സുഖമായിട്ട് വാ. എല്ലാവരുടെയും എൻ്റെയൊക്കെ പ്രാർത്ഥന രേണുവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. നന്നായിട്ട് വാ, വിഷമിക്കണ്ട. ഓക്കെ.